തമിഴ്നാടിന് കൂടുതൽ ശക്തി പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലേക്ക്. മാലദ്വീപിൽ നിന്നും മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ സന്ദർശനം നടത്തും. തൂത്തുക്കുടിയിൽ നടക്കുന്ന പൊതുചടങ്ങിൽ 4800 കോടി രൂപയുടെ രാഷ്ട്ര വികസന പദ്ധതികളുടെ തറക്കല്ലിടൽ, ഉദ്ഘാടനം, സമർപ്പണം എന്നിവ അദ്ദേഹം നിർവഹിക്കും. തൂത്തുക്കുടി വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രിയുടെ ഈ ചടങ്ങുകളിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പങ്കെടുക്കില്ല. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലായതിനാലാണ് ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുച്ചിറപ്പള്ളിയിലെ ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രത്തിൽ നടക്കുന്ന ആദ്യ തിരുവാതിര ഉത്സവത്തിലും മഹാനായ ചോള ചക്രവർത്തി രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ ജന്മവാർഷികാഘോഷത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. തമിഴ്നാട് സന്ദർശനത്തിൽ 2 പ്രധാന ഹൈവേ പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. തൂത്തുക്കുടി വിമാനത്താവളത്തിൽ 450 കോടി രൂപ ചെലവിലാണ് പുതിയ ടെർമിനൽ കെട്ടിടം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ലോകോത്തര വിമാനത്താവള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായാണ് ഈ ടെർമിനൽ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 17,340 ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ടെർമിനലിൽ തിരക്കേറിയ സമയങ്ങളിൽ 1350 യാത്രക്കാരെയും പ്രതിവർഷം 20 ലക്ഷം യാത്രക്കാരെയും കൈകാര്യം ചെയ്യാൻ കഴിയും. 100% LED ലൈറ്റിംഗ്, ഊർജ്ജ കാര്യക്ഷമമായ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സംവിധാനങ്ങൾ, മലിനജല സംസ്കരണ പ്ലാന്റിലൂടെയുള്ള ജല പുനരുപയോഗം എന്നിവ ഈ പുതിയ ടെർമിനലിന്റെ സവിശേഷതകളാണ്. വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ വരവിന് മുന്നോടിയായി രാജേന്ദ്ര ചോളൻ ഒന്നാമനിലും ചോള രാജവംശത്തിന്റെ പൈതൃകത്തിലും കേന്ദ്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത്. രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ തെക്കുകിഴക്കൻ ഏഷ്യയിലെയുള്ള സമുദ്ര യാത്രയുടെ 1000 വർഷങ്ങൾ ആഘോഷിക്കുന്ന പ്രത്യേക അനുസ്മരണ ചടങ്ങിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജൂലൈ 27 തിരുച്ചിറപ്പള്ളിയിലെ ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രത്തിൽ നടക്കുന്ന ആദ്യ തിരുവാതിര ഉത്സവ ആഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ ഈ സ്ഥലം സംരക്ഷിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഈ അവസരം തുടക്കം കുറിക്കും. രാജേന്ദ്ര ചോളൻ ഒന്നാമനെ ആദരിക്കുന്നതിനായി പ്രധാനമന്ത്രി ഒരു സ്മാരക നാണയം പുറത്തിറക്കും. 11ാം നൂറ്റാണ്ടിൽ ജനിച്ച രാജേന്ദ്ര ചോളൻ ഒന്നാമൻ ഇന്ത്യയുടെ അതിർത്തികൾക്കപ്പുറത്തേക്ക് തെക്കുകിഴക്കൻ ഏഷ്യ വരെ ചോള സാമ്രാജ്യത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ച നാവിക സൈനിക പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു ഭരണാധികാരിയായിരുന്നു. രാജേന്ദ്ര ചോളൻ തന്റെ വിജയങ്ങളെ തുടർന്ന് സാമ്രാജ്യത്തിന്റെ പുതിയ തലസ്ഥാനമായി ഗംഗൈക്കൊണ്ട ചോളപുരം സ്ഥാപിച്ചു. അവിടെ അദ്ദേഹം നിർമ്മിച്ച ക്ഷേത്രം അതിന്റെ സ്മാരക വാസ്തുവിദ്യ, അതിമനോഹരമായ വെങ്കല ശില്പങ്ങൾ, വിപുലമായ ലിഖിതങ്ങൾ എന്നിവയാൽ പ്രശസ്തമാണ്. പ്രധാനമന്ത്രി മോദി പങ്കെടുക്കുന്ന ആദ്യ തിരുവാതിര ഉത്സവം ചക്രവർത്തിയുടെ പാരമ്പര്യത്തെ അനുസ്മരിക്കുക മാത്രമല്ല, തമിഴ് ശൈവ പാരമ്പര്യങ്ങളെയും 63 നായന്മാർ എന്നറിയപ്പെടുന്ന സന്യാസി കവികളെയും ആഘോഷിക്കുകയും ചെയ്യുന്നു. രാജേന്ദ്ര ചോളന്റെ ജന്മനക്ഷത്രമായ തിരുവാതിര ജൂലൈ 23 ആരംഭിക്കുന്ന അതേ കാലഘട്ടത്തിൽ വരുന്നതിനാൽ ഈ വർഷത്തെ ഉത്സവത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. BC 300 മുതൽ AD 1279 വരെ ഭരിച്ചിരുന്ന ചോള രാജവംശം മധ്യകാല ദക്ഷിണേഷ്യയിലെ ഏറ്റവും ശക്തമായ തമിഴ് രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. നാഷണൽ ജിയോഗ്രഫിക്കിലെ 2023 ജനുവരിയിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 1500 വർഷക്കാലം ചൈന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ച ശക്തമായ ഒരു സമുദ്ര വ്യാപാര ശൃംഖലയിലൂടെ ചോളർ ദക്ഷിണ തെക്കുകിഴക്കൻ ഏഷ്യയിലുടനീളം മതം, സംസ്കാരം, വാസ്തുവിദ്യ എന്നിവയെ സ്വാധീനിച്ചു. ചോള സാമ്രാജ്യം അതിന്റെ ഉന്നതിയിൽ കല, സാഹിത്യം, വിദ്യാഭ്യാസം, നഗരാസൂത്രണം എന്നിവയിലെ പുരോഗതിക്ക് പേരുകേട്ടതായിരുന്നു. രാജാക്കന്മാർ മതപരവും സാംസ്കാരികവുമായ കേന്ദ്രങ്ങളായി വർദ്ധിച്ച കൂറ്റൻ ശിലാക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും വരൾച്ചയെ നേരിടാനും ശുദ്ധമായ ജലവിതരണം ഉറപ്പാക്കാനും മനുഷ്യനിർമ്മിത തടാകങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. ചോള തലസ്ഥാനമായ ഗംഗൈക്കൊണ്ട ചോളപുരം ഒരു കാലത്ത് സാമ്രാജ്യത്തിന്റെ ശക്തിയുടെ തെളിവായിരുന്നു. ഇന്ന് അവശിഷ്ടങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്ന് നാഷണൽ ജിയോഗ്രഫിക് റിപ്പോർട്ട് പറയുന്നു. 13ാം നൂറ്റാണ്ടിൽ ഒരു എതിരാളിയുടെ ആക്രമണത്തിൽ ഇത് വീണുപോയിരിക്കാമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ടെങ്കിലും നഗരം എന്തുകൊണ്ടാണ് ഇരുട്ടിലേക്ക് മങ്ങിയതെന്ന് ചരിത്രകാരന്മാർക്ക് ഇപ്പോഴും അനിശ്ചിതത്വമുണ്ട്. 2 ദിവസത്തെ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദി തൂത്തുക്കുടി വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയും 3600 കോടിയിലധികം രൂപയുടെ റെയിൽ റോഡ് പദ്ധതികൾ സമർപ്പിക്കുകയും ചെയ്യും. കൂടംകുളം ആണവ നിലയത്തെ പിന്തുണയ്ക്കുന്ന അന്തർ സംസ്ഥാന പ്രസരണ സംവിധാനത്തിന് അദ്ദേഹം തറക്കല്ലിടുകയും VO ചിദംബരനാർ തുറമുഖത്ത് പുതിയ ചരക്ക് കൈകാര്യം ചെയ്യൽ സൗകര്യം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.